സോ ഗായ്സ് ഇന്നെന്താ പരിപാടി? ഇന്ന് രാവിലെ തന്നെ ഒരു എക്സാം ഉണ്ടായിരുന്നു. ഒരു PSCയുടെ എക്സാം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ജോലി ഹാഫ് ഡേ എടുത്തിട്ട് പോയി എക്സാം എഴുതിയിട്ട് വന്നൊക്കെയാണ്. അപ്പം ഇന്ന് വേറെ പരിപാടി എന്ന് പറയുമ്പം ഓഫീസിൽ ഓണം സെലിബ്രേഷൻ. അപ്പം വ്ളോഗ് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ. ഓണത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് കല്യാണമാണ്. ഓണം കഴിഞ്ഞിട്ട് കല്യാണമാണ്. അഴുക്ക് ചേർക്കൽ. Come to the point. ഓണം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. സമ്പൽ സമൃദ്ധിയുടെ മലയാളികൾ കാത്തിരുന്ന കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുന്നേ കാത്തിരുന്ന ഫാസിലിന്റെ പടം ഉടൻ തന്നെ റിലീസ് ആവുന്നതായിരിക്കും. മലയാളികൾ കാത്തിരുന്ന ഒരു ഐശ്വര്യത്തിന്റെ ഒരു ഓണമാണ് ഇത്തവണ നമുക്ക് വന്നെത്തിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് മലയാളികൾ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ തരണം ചെയ്ത് പോയിട്ടാണ് സന്തോഷപൂർവ്വം നമ്മൾ നിൽക്കണം. കാരണം മുണ്ടൊക്കെ ഉടുത്ത് ഇതിനെ കണ്ടില്ലേ, ഇതുപോലെ മുണ്ടൊക്കെ ഉടുത്ത് വളരെ നീറ്റായിട്ട് നിൽക്കണം. ബാക്കി എന്താ പരിപാടി? അത്തപ്പൂക്കളൊക്കെ ഇട്ടല്ലേ? നീ കണ്ടിട്ടാ? പാടൂ നാട്ടുമയിലേ കൂടെ ആടൂ ചോലമയിലേ, ഒന്ന് പാടൂ നാട്ടുമയിലേ കൂടെ ആടൂ ചോലമയിലേ. അങ്ങനെ സദ്യ കഴിക്കാൻ വേണ്ടി വിളിക്കുന്നു. സീറ്റൊട്ട് പകൽ ഇന്നത്തേക്ക് ഷുഗർ കട്ട് ചെയ്തൊക്കെയാണ്. എന്താ കുഴപ്പമില്ല, നിതിന്റെ അടിച്ചിരുന്നാലേ ഇനി കണ്ടിട്ടുള്ളൂ. ഇതിന്റെ അടുത്തിരുന്നാലേ ഇനി കണ്ടിട്ടുള്ളൂ. പൊളിക്ക് മുത്തേ ഓണമല്ലേ. സദ്യക്ക് നമ്മൾ ഇലയിട്ടിരിക്കുകയാണ്. ഗ്ലാസ് വെള്ളം, അല്പം വെള്ളം കൊള്ളാം. ശിബുണ്ണൻ സദ്യ കിട്ടാത്തതിന്റെ പേരിൽ നല്ല വിഷമമുണ്ട് ശിബുണ്ണന്. ഓണത്തിനെ കുറിച്ച് ഇതുവരെ രണ്ട് വാക്ക് പറയൂ. താങ്കൾ പറയൂ, എന്താണ് സദ്യയെ കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? സദ്യയെ കുറിച്ചാണെങ്കിൽ പഴം വന്നു. ആദ്യം വന്നത് പഴമാണ്. പിന്നെ അടുത്ത് വീണ്ടും അവൻ പഴം തന്നെ കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് തൊലി ഉള്ളിൽ പഴമാണ് കിട്ടിയത് ഗൈസ്. അടുത്ത ആഴ്ച കല്യാണം കഴിഞ്ഞിട്ട് സദ്യ കഴിക്കാനുള്ള ചെറുക്കനാണ് അവിടെ ഇരിക്കുന്നത്. ഓണത്തിന് സദ്യ കഴിക്കണം, അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് സദ്യ കഴിക്കണം, അത് കഴിഞ്ഞിട്ട് വിരുന്നിനും സദ്യ കഴിക്കണം. പിന്നെ സദ്യയോട് സദ്യ മാത്രം. ഒരേ ഒരു ലക്ഷ്യം, സദ്യ. ഗൈസ്, പാട്ടിട്ടെങ്ങനെകൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റൂല. പാട്ടിട്ടെങ്ങനെകൊണ്ട് കോപ്പി റൈറ്റ് അടിച്ചു വരും. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റൂല. അതാണ് സീന്. വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് പാട്ട് കയറി വരും. ഇപ്പൊ പാട്ട് നിന്ന്. ഗൈസ്, നമ്മളങ്ങനെ എല്ലാവരും സദ്യ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അല്ലേ? ആദ്യം പരിപ്പ്, ആദ്യം സാമ്പാറല്ല പരിപ്പ്. മഞ്ഞ കളർ ഇരിക്കൂടാ. സദ്യ പരിപ്പ് പോലും വന്നില്ല. അതിനിടയ്ക്ക് ആ തിന്ന് തീർത്തു. എന്റെ കല്യാണത്തിന് ഞാൻ പരിപ്പ് കുളം കേട്ടോ. നമ്മളപ്പോ സദ്യ കഴിച്ചിട്ട് വരാം. സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ ഇല നോക്കണം. അടുത്ത് ചോറ് വരട്ടെ. എന്റെ ഇല ഞാൻ ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് സദ്യയുടെ എനിക്ക് തരാനുള്ള മറുപടി. അടപ്പായസം കടലപ്പായസത്തിൽ എനിക്ക് മൊത്തം അണ്ടിപ്പരിപ്പായിരുന്നു. കടലപ്പായസത്തിൽ ഒരു കടലയുടെ തരി വേണ്ടേ. അങ്ങനെ സദ്യ കഴിച്ചു. സദ്യ അടിപൊളി സദ്യയായിരുന്നു. പക്ഷെ പായസം എത്ര ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷെ നമ്മളങ്ങനെ രാവിലെ വീഡിയോ എടുത്തായിരുന്നു. പക്ഷെ ഇൻട്രോ പറയാനും പറഞ്ഞു. ലാസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ എന്താ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞോണ്ട് ഇറങ്ങി. ഇങ്ങനെ ഷവർമ കഴിക്കാന്ന് പറഞ്ഞോണ്ട് ഞാനും കുത്തും രാഹുലും ലൈറ്റ് അടിക്കാണ്. രാഹുലും കൂടെ അതെ. നമ്മള് ഷവർമ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമില്ല. ഇന്നത്തെ പരിപാടി ഇങ്ങനെയൊക്കെയാണ്. വേറെ ആരും ഇന്ന് ഇല്ലായിരുന്നു. എല്ലാവരും ടോട്ടലി തിരക്കായിരുന്നു. പിന്നെ ഞാൻ ഇന്ന് അവിടുത്തെ കുറച്ച് ഫംഗ്ഷനും പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നൊക്കെ മാക്സിമം വീഡിയോസ് എടുത്തു. അപ്പം പുതിയ വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ബൈ.